ഹലോ ഫ്രണ്ട്സ്, ബിഡോണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ ടോപ്പ് കുറച്ച് നല്ല മീമി കോയിൻസ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ ബിറ്റ് കോയിൻ ഹാൾവിങ് വെറും 20 ദിവസത്തിൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. എക്സ്പെക്റ്റഡ് ഹാൾവിങ് ഡേറ്റ് നമുക്ക് April 19th ആണ്. അപ്പോൾ കറക്റ്റ് ടൈമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എപ്പോഴാണ് ഹാൾവ് ചെയ്യുക എന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് April 19th. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ നല്ല നല്ല കോയിൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മീമി കോയിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ പേര് മീമി കോയിൻ വാങ്ങിക്കാത്ത ടീംസ് ഉണ്ടാവും. കുറേ പേര് ഒന്നും നോക്കാതെ ഈ ഒരു വല്ല പുതിയ മീമി കോയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ പർച്ചേസ് ചെയ്യും. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും $10 $20 മീമി കോയിനിൽ ഇടുള്ളൂ എന്നുണ്ടെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിക്ക് ബൂം ചെയ്യും. പക്ഷേ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. വേറെ ഏതെങ്കിലും ടോക്കൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫുൾ കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ട് ടോക്കൺ എങ്ങനെയാണ്, ആ ടോക്കണിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു ടോക്കൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു മീമി കോയിനിൽ ബേസിക്കായിട്ട് ഒന്നും നമുക്ക് നോക്കാനില്ല. ഫുള്ള് ലക്കാണ്. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടോക്കൺ പമ്പാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡംപാവും. പക്ഷേ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ടോപ്പ് 1000 ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് മീമി കോയിൻസ് ആണ്. അപ്പോൾ ഈ ഒരു മീമി കോയിൻസ് മോസ്റ്റ്ലി നല്ല നല്ല എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡംപ് ചെയ്യാനുള്ള ഒരു ചാൻസ് നല്ല രീതിക്ക് കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതൊക്കെ ടോക്കൺസ് ആണ് പർച്ചേസ് ചെയ്യാന്നല്ല, നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മീമി കോയിൻ കണ്ടെത്തുക, എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ടോക്കൺസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കുക. നമുക്ക് അധികം വൈപ്പിക്കാം, നമ്മൾ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, കോയിൻ ഗെക്കോ, അങ്ങനത്തെ കുറേ കോയിൻ ഗ്രാഫ്, അതേപോലത്തെ കുറേ സൈറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മെയിൻലി യൂസ് ചെയ്യാം. ഇപ്പോൾ മീമി കോയിൻ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മളെ കൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ മാക്സിമം നല്ല എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്ത കോയിൻസ് ഡിപ്പ് കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാം. എപ്പോഴേലും ഒരു എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ്, ഇപ്പോൾ നമ്മൾ ഡോജി കോയിൻ്റെ എലൻ മസ്ക് ട്വീറ്റ് ചെയ്തു, മീമി ടൈം എന്ന് കൊണ്ടായിരുന്നു ട്വീറ്റ് ചെയ്തത്, പിന്നെ ഡോജിനെ സെപ്പറേറ്റ് ആയിട്ട് ട്വീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മീമി ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി എല്ലാ ഒരു മീമി കോയിനെയും ബേസ് ചെയ്തിട്ടാണ് അവർ ട്വീറ്റ് ചെയ്യുന്നത്. അവർ ഫസ്റ്റ് പർച്ചേസ് ചെയ്യും. ഈ ട്വീറ്റിന് ശേഷം കുറേ നല്ല രീതിക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ സെല്ല് ചെയ്യും. ഇതാണ് അവരുടെ മെത്തേഡ്. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മീമി കോയിനെയും പമ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സ്കീമിലായിരിക്കും അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമിൽ എല്ലാ ആൾക്കാരും പർച്ചേസും ചെയ്യും. അപ്പം മീമിന്ന് പറഞ്ഞിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ടോപ്പ് 1000 നിൽക്കുന്ന കോയിൻസ് നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വരെ ഈ ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ പോവുക. ഇവിടെ നമുക്ക് കുറേ കാറ്റഗറീസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ കാറ്റഗറിയിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നോക്കാം. നിങ്ങൾക്ക് മീമി ഉണ്ട്, സോളാന എക്കോസിസ്റ്റം ഉണ്ട്. കാരണം സോൾ നമുക്ക് നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നുണ്ട്, ഗെയിമിംഗ് ഉണ്ട്, AI ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാറ്റഗറിയിൽ പോയി വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് വരിക. മിമിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡറിലുള്ള മിമി വരും. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡിൽ തന്നെ റാങ്കിങ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ മിമിയിൽ ടോപ്പ് 1 and 2 നിൽക്കുന്നത് ഡോജി കോയിനും അതേപോലെ തന്നെ ഷിബായിനുമാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാസ്റ്റ് 24 hours പെർഫോമൻസ് നിങ്ങൾ നോക്കേണ്ട, പാസ്റ്റ് 1 week അല്ലെങ്കിൽ 1 month പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 100x മേലെ തന്നെ പെർഫോമൻസ് ഈ ഒരു 2 ടോക്കൺസ് തന്നിട്ടുണ്ട്. 2 ടോക്കൺസ് അല്ല, മിക്ക നല്ല ടോക്കൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോജി കോയിനിൽ ഇപ്പോൾ എൻ്റർ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോജി കോയിൻ്റെ ഓൾ ടൈം ഹൈ ഏകദേശം ഒരു 54-55 ആ ഒരു റേഞ്ചാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു 20-21 റുപ്പീസിലാണ് നിൽക്കുന്നത്. ഞാൻ INR കാര്യമാണ് പറഞ്ഞത്, ഡോളറിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റർ എടുക്കാം. ഒരു ഡിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റർ എടുക്കുക. കാരണം ഇനി എപ്പോഴാണ് എലൻ മസ്ക് ട്വീറ്റ് ചെയ്യാമെന്ന് എലൻ മസ്കിന് മാത്രമേ അറിയുള്ളൂ. ഡിപ്പ് കിട്ടുമ്പോൾ മാക്സിമം എൻ്റർ എടുക്കുക, അത്രേ പറയാനുള്ളൂ. അതേപോലെ തന്നെ ഷിബിലും ഡിപ്പ് കിട്ടുമ്പോൾ എൻ്റർ എടുക്കുക. കാരണം 38 ആയി. 38 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായി കയറി ഇപ്പോൾ ഷിബായിനു. പിന്നെ നമുക്ക് കുറച്ച് താഴത്തോട്ട് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടോക്കൺസ് കിട്ടും. ഓക്കെ, മിമി കോയിനിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര പമ്പാണ് വന്നത്. കാരണം ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തു, അത്യാവശ്യം നല്ല രീതിക്ക് കയറി. നിങ്ങൾക്ക് ഈ ഒരു ഷിബാനുവിൻ്റെ ബോണ്, ലീഷ് അങ്ങനത്തെ ടോക്കൺസിലൊക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. കാരണം ഷിബ് എന്തായാലും പമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോക്കൺസൊക്കെ നല്ല രീതിക്ക് പമ്പാവും. പിന്നെ ഷിബേരിയത്തിൻ്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലും ഈ ഇങ്ങനത്തെ ടോക്കൺസൊക്കെ നല്ല രീതിക്ക് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ബേബി ഡോജിക്കോൻ അങ്ങനെ അൺറൈറ്റായി പോയതാണ്. പിന്നെയും ഒരു റീബൗൺസ് വന്നാൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ നോക്കാം, നല്ല രീതിക്ക് ഡംപ് ചെയ്ത് 1 year നിങ്ങൾ പെർഫോമൻസ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറേണ്ടി പോയി. ഓക്കെ, നമുക്ക് 2024 ഫെബ്രുവരിയിൽ വരെ ഡംപായിരുന്നു. ഫെബ്രുവരി ശേഷം ഈ ഒരു മാർച്ച് കഴിഞ്ഞ മന്തിലാണ് ഈ ഒരു ടോക്കൺ ഒരു കയറ്റം കയറി. നമ്മൾ ഈ ഒരു ബേബി ഡോജി കോയിൻ ഓൾ ടൈം ഹൈൻ്റെ അത്രയൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഒരു റേഞ്ച് അതിൻ്റെ ഒരു ഹാഫൊക്കെ ഈ ഒരു ബേബി ഡോജി കയറി.
പിന്നെ നമുക്ക് നമ്മൾ കേൾക്കാത്ത കുറേ ടോക്കൺസിൻ്റെ മൈറോ ഉണ്ട്, ഷെൽറഫ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ടോപ്പ് 1000 നിൽക്കുന്ന കോയിൻസാണ്. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയിട്ട് ഒരു ഡിപ്പാണോ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബോണുണ്ട്, ജസ്റ്റ് ബോൺ ഷിപ്പ് ഷോപ്പ് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. മിക്കവാറും ആ ഒരു ഷിബായിന് കയറിയ സമയത്ത് ഈ ഒരു ടോക്കൺ കയറിയിട്ടുണ്ടാവും. ജസ്റ്റ് 1 ഇയർ എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടോക്കണിൻ്റെ ഓൾ ടൈം ഏകദേശം 1.7 ആണ്, $1.7. നമുക്ക് നോക്കാം ഈ ഒരു ടോക്കൺ ആ ഒരു പമ്പിൽ ഏകദേശം 1.2 വരെ കയറി, പിന്നെ ഇപ്പം ഡംപ് ചെയ്തിട്ട് 0.85 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ ബൈ ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നിങ്ങൾ നല്ല എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രം എൻ്റർ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ന്യൂ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണും. ആ ഒരു ന്യൂ ലിസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് $10 ഇട്ട് പോകാം, പക്ഷേ കുഴപ്പമില്ല. എത്ര ടോക്കൺസ് ഇപ്പോൾ നിങ്ങൾ 10 ടോക്കൺസിൽ ഇട്ടിട്ട് ഒരു 9 ചിലപ്പോൾ മോസ്റ്റ്ലി $10 വേസ്റ്റ് ആകാനാണ് ചാൻസ്. ലാസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടോക്കണിൽ നല്ല രീതിക്ക് ഒരു പമ്പ് വരാനും ചാൻസ് ഉണ്ട്. ആ ഒരു $10 ചിലപ്പോൾ നിങ്ങൾ ഇനീഷ്യൽ ടൈമിലാണ് എൻട്രി ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷിബായിൻ്റെ നമ്മൾ പണ്ട് ന്യൂസ് കേട്ടിട്ടുണ്ട്, $10 ഇട്ട ശേഷം millions of dollars ആയിട്ടുള്ളൊരു ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ലക്ക് ബേസ്ഡാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ജസ്റ്റ് ടോക്കൺസും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാം. ഇപ്പോൾ മിമി കോയിൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെയിൻലി ചെക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല, കാരണം മോസ്റ്റ്ലി ഫേക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും, കാരണം ആ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ ഡിഫറൻസ് തന്നെ നമുക്ക് പെട്ടെന്ന് അറിയും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഈ ഒരു മിമി കോയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഓരോ ടോക്കണിനും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ നേരെ കോയിൻ മാർക്കറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വേറെ ഏത് കോയിൻ ഗെക്കോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിമി കോയിൻ ഉണ്ട്. ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഫുൾ ഡീറ്റെയിൽസും മിമി കോയിൻസിൻ്റെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു എൻട്രീസ് നല്ല ടോക്കൺസിൽ ഡിപ്പ് കിട്ടുമ്പോഴൊക്കെ എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നൽകിക്കുന്ന യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര വീഡിയോ ഗുഡ് ബൈ.